നമ്മുടെ ദിനചര്യ എങ്ങനായിരിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ ഈ മഴക്കാലത്ത്? അതെ അതെ. കാരണം ദിനചര്യയുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം എന്നാണ്. എന്നുവെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണം, അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ദിനചര്യ. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. കാരണം എത്ര മണിക്ക് എഴുന്നേൽക്കണം, ലൈക്ക് എങ്ങനെയാ ദിവസം തുടങ്ങണം, ഇതൊക്കെ ആചാര്യന്മാര് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 4 മണിക്കൊക്കെ മഴക്കാലത്ത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ പോയി പണിന്റെ പണി നോക്കണമെന്ന് പറയുന്നത്. കാരണം പലരും ഉറങ്ങുന്നത് ആ സമയത്താണ്. അതെ അതെ. ഒരു എന്താ വെച്ചാൽ മൈൻഡ് റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒത്തിരി ആ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ വരുന്നതാണ്. അപ്പൊ പലരും ആ സമയത്ത് എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. പക്ഷെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറപ്പൊന്നും ഈ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിലും നല്ല ഈ ഒരു സമയത്ത് നമുക്കത് പറ്റത്തില്ല, ആൾക്കാരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൂടുവെള്ളം കുടിക്കുക, അത് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട്. അതും തിളച്ച വെള്ളമല്ല, കുടിക്കാവുന്ന ചൂടിനുള്ള വെള്ളം. അതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ട്, അത് ഇഞ്ചി ഇട്ട് തിളപ്പിക്കുകയും വേണ്ട, ഇഞ്ചി ഇട്ടിട്ട് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ വെള്ളത്തിലേക്ക്, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ഇടുക, കുറച്ചു നേരം വെക്കുക, അത് തണുപ്പിക്കുക, കുടിക്കുക. അതുപോലെ തന്നെ ഒരു 3-4 തുള്ളി നാരങ്ങ നീര് ചേർക്കുക. പിന്നെ ഞാൻ ഇഞ്ചിയിലും ചേർക്കാം, അല്ലെങ്കിൽ നാരങ്ങ. അതെ, കാരണം വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റിക്ക് വളരെ നല്ലതായതുകൊണ്ട്. കാരണം ചിലരുണ്ട് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അല്ലെങ്കിൽ പകുതി നാരങ്ങ നീരെടുക്കുക, അതൊന്നും ആവശ്യമൊന്നുമില്ല. ഒരു 3-4 തുള്ളി നാരങ്ങ നീര് വളരെ നല്ലതാണ്. അതെ അതെ. പിന്നെ ഈ പറഞ്ഞ ഇഞ്ചിയിട്ട വെള്ളമോ അല്ലെങ്കിൽ നാരങ്ങയിലോട്ടോ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തേനിന്റെ ഉപയോഗം, അതും വളരെ നല്ലതാണ്, ഹെൽത്തി ഇതായിട്ട് ഉപയോഗിക്കാൻ. പിന്നെ വരുന്നത് എണ്ണ തേച്ചുള്ള കുളി. കാരണം അത് എല്ലാ ഋതുക്കളിലും ദിനചര്യയായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ മഴക്കാലത്ത് ഈ പറഞ്ഞ പോലെ ശരീരം ക്ഷീണമാവുകയും വേദനകളും ഒക്കെ കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ എണ്ണ തേച്ചുള്ള കുളി, അത് ചൂടുവെള്ളത്തിലുള്ള കുളി, അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇപ്പൊ ഈ എണ്ണ തേക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുർവേദ ആശുപത്രിയിലൊക്കെ ചെയ്യുന്ന പോലെ ഫുൾ ബോഡി എണ്ണ ഇടണം എന്നില്ല. അതില് 3 പോയിന്റ്സ് ആണ് ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത്. ശിര ശ്രവണ പാദേഷു എന്നുള്ളത്. എന്നുവെച്ചാൽ ശിരസ് അതായത് ഉച്ചി, ശ്രവണം അതായത് ചെവി, പാദത്തിന്റെ അടിവശം, ചെവിയുടെ അകത്തേക്ക്. കാരണം ചില ആൾക്കാരുണ്ട് ഈ തണുപ്പൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ചെവിക്ക് ചൊറിച്ചിൽ വരുന്നത്, കാരണം എയറിന്റെ പാസേജ് കൊണ്ട് ഡ്രൈ ആവുന്നത് കൊണ്ടാണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു ഡ്രോപ്പ്, അതെ, നമ്മൾ ആ ഒരു ഡ്രോപ്പ് ഒരു വിരലിട്ടിട്ട് ഇതിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. നല്ലതാണ്. പിന്നെ പാദത്തിന്റെ അടിയിൽ, അപ്പൊ ദാറ്റ് ഗീവ്സ് ലൈക്ക് ഫുൾ ബോഡി മസാജ് എഫക്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു ബേസിക് ദിനചര്യയായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അല്ല, അപ്പൊ ഈ എണ്ണ തേച്ചിട്ട് പുറത്ത് പോകുന്നതിനൊന്നും എണ്ണ തേച്ച് കുളിച്ചിട്ടേ പുറത്ത് പോകാം. അതെ 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 അതെ, കുളിക്കണം എന്നുള്ളതാണ്. എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചിരിക്കണം. അത് ചൂടുവെള്ളത്തിൽ തന്നെ കുളിച്ച് നമുക്ക് പുറത്ത് പോകാം. ബൂസ്റ്റ് ചെയ്യുന്നതാണ്. കുട്ടികൾക്കും ഇതൊക്കെ സ്കൂളിലേക്ക് അയക്കുന്ന കുട്ടികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതെ.